അള്ളാഹുവിന്റെ റസൂലിനെ ഒരാൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ, അള്ളാഹുവിന്റെ റസൂലിനെ ഒരാൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷ വരുന്നതിനെ പ്രതീക്ഷിച്ചു കൊള്ളുവാൻ വിശുദ്ധമായ ഖുർആൻ ശരീഫ് പഠിപ്പിക്കുന്നു. ആ അള്ളാഹുവിന്റെ റസൂലിനെയാണ് നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. സിനിമാ താരങ്ങളെയല്ല, സീരിയൽ താരങ്ങളെയല്ല സ്നേഹിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്നത്തെ ദിവസം ഒരു വേദനാജനകമായ സംഭവം ഇവിടെ ഉണ്ടായല്ലോ. കാസർഗോഡിന്റെ പരിശുദ്ധമായ മണ്ണുണ്ടല്ലോ, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനമായിട്ട് പ്രചാരണവുമായിട്ട് ഈ പ്രവിശാലമായ ഈ കേരളത്തിന്റെ പ്രിയപ്പെട്ട മണ്ണ്, കാസർഗോഡിന്റെ മണ്ണിലേക്ക് മാലിക് ദീനാർ സംഘം കടന്നു വന്ന പുണ്യമായ മണ്ണിലേക്ക് സഹാബാക്കൾ സഞ്ചരിച്ച, സഹാബാക്കളുടെ പാദസ്പർശനമേറ്റ പുണ്യമായ മണ്ണില് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് റാലി നടക്കുന്ന സന്ദർഭത്തില് സരിതാ നായർ എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്ത് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പത്രമാധ്യമങ്ങളിലൂടെ അനാശ്വാസത്തിന് പിടിക്കപ്പെട്ട ഒരു പെണ്ണിനോടത്ത് സെൽഫി എടുക്കാൻ മാത്രമേ സമുദായ മതപ്പദത്തിന്റെ അനാഥ ഗർത്തത്തിലേക്ക് പോയെങ്കിൽ നിങ്ങൾ ആരെയാ സ്നേഹിക്കുന്നത്? നിങ്ങൾ ആരെയാ ഇഷ്ടപ്പെടുന്നത്? പ്രവാചകനെയല്ലേ നിങ്ങൾ സ്നേഹിക്കുന്നത്? പ്രവാചകനെയല്ലേ നിങ്ങൾ ഇഷ്ടപ്പെടേണ്ടത്? ആ റസൂലുള്ളാഹിന്റെ മധു പറയുന്ന, ആ റസൂലുള്ളാഹിന്റെ മധു പറയുന്ന ആ റാലിയിൽ പോലും, ആ നബിദിന സന്ദേശ റാലിയിൽ പോലും അനിസ്ലാമികത്വം കടന്നു വരുന്നുവെങ്കിൽ, എങ്ങനെയാ റസൂലുള്ളാഹിനെ സ്നേഹിക്കേണ്ടത്? ഭാര്യക്കാലം, മക്കളെക്കാലം, മാതാപിതാക്കളെക്കാലം, കച്ചവടത്തെക്കാളും, വീടിനേക്കാളും ഒക്കെ, സ്വന്തം ഭവനത്തിനേക്കാളും ഒക്കെ റസൂലുള്ളാഹിനെ സ്നേഹിക്കാൻ അല്ലാഹു പറയുമ്പോ ഇതിന്റെ പിന്നാലെ പോയാൽ എങ്ങനെയാ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടാൻ കഴിയുക? ഒരിക്കലും രക്ഷപ്പെടില്ല. ഇത്തരത്തിലുള്ള തമ്മാടിത്തരങ്ങൾ കാണിക്കാനല്ല ഇന്നത്തെ ദിവസം നാം വിനിയോഗിക്കേണ്ടത്. ലോകത്തിന്റെ മുന്നിൽ വ്യഭിചാരം ഹറാമാണെന്ന് പഠിപ്പിച്ച അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, കൊള്ള ഹറാമാണെന്ന് പഠിപ്പിച്ച നബി മുഹമ്മദ്